കാരണവരെ കൊന്ന ഈ കാലത്തിയെ പുറത്തിറക്കുവാൻ അന്തംകമ്മി സർക്കാർ കാണിച്ച അമിതാവേശത്തിന് പിന്നിൽ ഷാരോൺ വധക്കേസിൽ പ്രതിയായ വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള ഗ്രീഷ്മ എന്ന യുവതി തനിക്ക് വധശിക്ഷ വരെ ലഭിച്ചേക്കാം എന്നിരിക്കെ വിധി പ്രസ്താവത്തിന്റെ തലേദിവസം വളരെ കൂളായി കാണപ്പെട്ടു. ടെൻഷനൊന്നുമില്ലേ എന്ന് ചോദിച്ചവരോട് അവൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഓ എന്തോ ടെൻഷൻ അടിക്കാൻ, പരമാവധി ഒരു 35 വയസ്സാകുമ്പോൾ ഞാൻ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങും, എന്നിട്ട് ഞാൻ അടിപൊളിയായി ജീവിക്കും എന്ന്. ഇതുപോലെയുള്ള കുറ്റവാളികളുടെ ചിന്താഗതി ശരിവെക്കുന്നതും ഈ ജീവപര്യന്തമൊക്കെ ഇത്രയേ ഉള്ളൂ എന്നും ലഘൂകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാക്കുന്നതും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതും ഇവിടുത്തെ സർക്കാരാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതാണ് ഭാസ്കര കാർണവർ വധക്കേസിൽ പ്രതിയായ ഇരട്ട ജീവപര്യന്തമല്ല 3 ജീവപര്യന്തം വിധിക്കപ്പെട്ട ഷെറിന് മോചനം നൽകുവാൻ മന്ത്രിസഭ എടുത്ത ആ തീരുമാനം. അതെ, ഏറെ പ്രമാദമായ ചെങ്ങന്നൂർ ചെറിയനാട് ഭാസ്കര കാർണവർ വധക്കേസ് പ്രതി ഷെറിൻ്റെ ജീവപര്യന്തം ശിക്ഷ ഇളവ് ചെയ്യുവാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 14 വർഷക്കാലം ജയിൽവാസം അനുഭവിച്ചതും സ്ത്രീ എന്ന പരിഗണനയും കണക്കിലെടുത്താണ് ജയിൽ മോചനത്തിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത് പോലും. ശിക്ഷിക്കുന്ന ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്ത് അകാല വിടുതൽ അനുവദിക്കണമെന്ന് ഗവർണറോട് ആവശ്യപ്പെടുവാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. കണ്ണൂർ വനിതാ ജയിലിൻ്റെ ഉപദേശക സമിതിയുടെ ശുപാർശയിൽ സർക്കാർ നിയമവകുപ്പിൻ്റെ അഭിപ്രായം തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ജയിൽ മോചിതയാക്കുവാൻ മന്ത്രിസഭാ യോഗം അനുമതി നൽകിയത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഓടി നടന്ന് ആത്മാർത്ഥമായി പണിയെടുത്തത് ഒരു ഇടതു നേതാവാണെന്ന് നാം മനസ്സിലാക്കണം. 25 കൊല്ലം കാലാവധി കഴിഞ്ഞിട്ടും മോചനം നൽകേണ്ടുന്ന മാരകമായ രോഗങ്ങളുള്ള അനുകമ്പ അർഹിക്കുന്നവർ നിരവധി പരോള് പോലുമില്ലാതെ ജയിലിൽ കിടക്കുമ്പോഴാണ് തിടുക്കപ്പെട്ട് ഷെറിനു വേണ്ടി മാത്രം മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തത്. പൂജപ്പുര, വിയ്യൂർ, നെട്ടുകാൽത്തേരി ജയിലുകളിലെ ഉപദേശക സമിതികൾ 2 തവണകളിലായി നൽകിയ ശുപാർശകളിൽ സർക്കാർ തീരുമാനം നീളുകയാണ്. എന്നാൽ ഷെറിൻ്റെ ഇളവിൽ തീരുമാനമെടുത്തു അതിവേഗം. ഡിസംബറിലാണ് ഷെറിന് ഇളവ് നൽകണമെന്ന ശുപാർശ കണ്ണൂർ ജയിലിലെ ഉപദേശക സമിതി മുന്നോട്ട് വെക്കുന്നത്. 1 മാസം കൊണ്ട് ശുപാർശ ജയിൽ DGP വഴി ആഭ്യന്തര വകുപ്പ് വഴി ക്യാബിനറ്റിലെത്തി. പെട്ടെന്ന് തീരുമാനവുമായി. സാധാരണ ഇളവ് കൊടുക്കുമ്പോൾ പ്രതികളുടെ ജയിലിലെ പ്രവർത്തനങ്ങളും പരിഗണിക്കാറുണ്ട്. എന്നാൽ താമസിച്ച ജയിലുകളിലെല്ലാം സഹതടവുകാരും ഉദ്യോഗസ്ഥന്മാരുമായും ഷെറിൻ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും അതൊന്നും പരിഗണിച്ചില്ല. പോലീസ് റിപ്പോർട്ടും പ്രൊബേഷൻ റിപ്പോർട്ടും ഷെറിന് അനുകൂലമായിരുന്നു. ക്യാബിനറ്റിൽ ചില മന്ത്രിമാരുടെ പിന്തുണ പോലും ഷെറിന് കിട്ടിയതായും സൂചനകളുണ്ട്. ഷെറിനോടൊപ്പം ശിക്ഷിക്കപ്പെട്ട കാമുകൻ ബാസിദ് അലിയെ നല്ല നടപ്പ് പരിഗണിച്ച് തുറന്ന ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ബാസിദ് അലിയെ മോചനത്തിനായി പരിഗണിച്ചിട്ടില്ല എന്നും ശ്രദ്ധേയമാണ്. എന്നാൽ മന്ത്രിസഭാ യോഗ ശുപാർശ ഗവർണർ കൂടി അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഷെറിന് പുറത്തിറങ്ങാനാവൂ. ജയിൽ ജീവിതത്തിനിടെ നിരവധി വിവാദങ്ങൾ ഷെറിൻ്റെ പേരിൽ ഉയർന്നിരുന്നു. ജൂൺ 11-നാണ് മാവേലിക്കര അതിവേഗ കോടതി ശിക്ഷിച്ച് ഷെറിൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിയത്. തുടർന്ന് അവരെ നെയ്യാറ്റിൻകര വനിതാ ജയിലിലേക്ക് മാറ്റി. അവിടെ മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതോടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി 2015 മാർച്ചിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അവിടെ വെയിൽ കൊള്ളാതിരിക്കുവാൻ ഇവർക്ക് ജയിൽ ഡോക്ടർ കുട അനുവദിച്ചത് വലിയ വിവാദമായിരുന്നു. കൂടാതെ ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയും ഉയർന്നു. 2017 മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റുകയുണ്ടായി. ഇതെല്ലാം വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ബ്യൂട്ടി പാർലർ സമാനമായ സൗകര്യങ്ങൾ ഷെറിന് ജയിലിൽ കിട്ടിയെന്നും ആരോപണമുണ്ടായിരുന്നു. ഇങ്ങനെ ജയിൽവാസ കാലത്ത് നിരവധി വിവാദങ്ങളുണ്ടാക്കിയ ഷെറിനാണ് നല്ല നടപ്പിൻ്റെ ആനുകൂല്യം കിട്ടുന്നത്. നേരത്തെയും ഷെറിന് ശിക്ഷ ഇളവ് നൽകുവാൻ സർക്കാർ തലത്തിൽ ഒരു നീക്കമുണ്ടായിരുന്നു. ഇതിന് പിന്നിൽ അക്ഷീണം പരിശ്രമിച്ചതും ശിക്ഷാ ഇളവിനുള്ള ഫയൽ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശയോടെ ദ്രുതവേഗം മന്ത്രിസഭയ്ക്ക് മുന്നിൽ എത്തിച്ചതും അനുകൂല തീരുമാനമെടുപ്പിച്ചതുമെല്ലാം ഷെറിന് അനർഹമായ പരോളുകൾ അനുവദിച്ചു കൊടുക്കുവാൻ പരിശ്രമിച്ചതും ജയിലിൽ നിന്ന് സ്വന്തം കാറിൽ കൊണ്ടുപോയതുമെല്ലാം ഇടതുമുന്നണിയിലെ ഒരു പ്രമുഖ കക്ഷിയുടെ നേതാവാണ്. കാർണവർ വധക്കേസിലെ ഈ കാലത്തിയുടെ മോചനത്തിനു വേണ്ടി മന്ത്രിസഭയിലെ ഇടതു നേതാക്കൾ ഒന്നടങ്കം ഒന്നിച്ചതുവഴി അവർക്ക് ലഭിക്കുന്ന പ്രയോജനം എന്താണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ഈ കേസിൻ്റെ നാൾവഴികൾ നമുക്കൊന്ന് പെട്ടെന്ന് പരിശോധിക്കാം. 2009 നവംബർ 7-നായിരുന്നു ചെങ്ങന്നൂർ ചെറിയനാട് തുരുത്തിമേൽ കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാർണവർ കൊല്ലപ്പെടുന്നത്. കൊല്ലപ്പെട്ട ഭാസ്കര കാർണവരുടെ മരുമകൾ ഷെറിൻ കേസിൽ 1-ാം പ്രതിയായി. ഷെറിൻ്റെ സുഹൃത്തുക്കളും കൊലപാതക കേസിൽ പ്രതികളായിരുന്നു. വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസായിരുന്നു ഇത്. ജയിലിലേക്ക് പോകുമ്പോൾ ഷെറിൻ്റെ മകൾക്ക് 4 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ശാരീരിക വെല്ലുവിളിയുള്ള കാർണവരുടെ ഇളയ മകൻ ബിനു പീറ്ററെ ആ കുടുംബത്തിൻ്റെ സ്വത്ത് കണ്ടാണ്
സാമ്പത്തികമായി പിന്നോക്കമായിരുന്ന ഷെറിൻ വിവാഹം കഴിച്ചത്. 2001 ഇവർ വിവാഹിതരായി. പക്ഷേ വൈകാതെ ദാമ്പത്യ പൊരുത്തക്കേടുകൾ പുറത്തായി. ഷെറിൻ്റെ വഴിവിട്ട ബന്ധങ്ങളും പ്രണയവും പകയും ഒത്തുചേർന്നപ്പോൾ ഭർത്തൃപിതാവ് വധിക്കപ്പെട്ടു. അക്കാലത്തെ സാമൂഹിക മാധ്യമമായ ഓർക്കൂട്ട് വഴി ഷെറിൻ്റെ പുരുഷ സൗഹൃദ വലയം വിപുലീകരിച്ചു. ഇതോടെ ഷെറിന് തൻ്റെ വസ്തുവിനുള്ള അവകാശം ഒഴിവാക്കി കാരണവർ പുതിയ ധനനിശ്ചയ ആധാരമുണ്ടാക്കി. സാമ്പത്തിക അച്ചടക്കത്തിന് കാരണവർ ശ്രമിച്ചതോടെ പലരിൽ നിന്നും ഷെറിൻ പണം കടം വാങ്ങുവാൻ തുടങ്ങി. കാരണവരാണ് അതെല്ലാം കൊടുത്തു വീട്ടിയത്. ഓർക്കൂട്ട് വഴി പരിചയപ്പെട്ട പുരുഷ സുഹൃത്തായിരുന്നു കേസിലെ 2ാം പ്രതിയായ ബാസിദ് അലി. മറ്റ് 2 പ്രതികളും സുഹൃത്തുക്കളുമായ ഷാനു, റഷീദ്, നിതിൻ എന്നിവർക്കൊപ്പം എത്തിയാണ് കാരണവരെ വധിക്കുന്നത്. ഉറക്കത്തിനിടയിൽ ശ്വാസം മുട്ടിച്ചാണ് ഭാസ്കര കാരണവരെ പ്രതികൾ കൊലപ്പെടുത്തിയത്. സംഭവം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ പ്രതികൾ പിടിയിലാകുമ്പോൾ പോലീസ് അന്വേഷണ സംഘത്തിന് കേസ് തെളിയിക്കുവാൻ വഴികാട്ടിയത് ഷെറിൻ്റെയും മറ്റു കുടുംബാംഗങ്ങളുടെയും മൊഴികളിലെ വൈരുദ്ധ്യമാണ്. പ്രായം പരിഗണിച്ച് 2010 ജൂൺ 11 പ്രതികളെ ജീവപര്യന്തത്തിന് വിധിച്ചപ്പോൾ മാവേലിക്കര അതിവേഗ കോടതി ജഡ്ജി N. അനിൽകുമാർ വിധി പ്രസ്താവനയിൽ ഇത് പ്രത്യേകം സൂചിപ്പിച്ചിരുന്നതായി അന്നത്തെ വാർത്താമാധ്യമ റിപ്പോർട്ടുകളിലുണ്ട്. 87 സാഹചര്യ തെളിവുകളായിരുന്നു അന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ ഷെറിനെതിരെ നിരത്തിയത്. കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, കവർച്ചയ്ക്കിടെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞതായും 277 പേജുകളിലുള്ള വിധിന്യായത്തിൽ കോടതി വിശദീകരിച്ചു. സംസ്ഥാനത്ത് ശിക്ഷാ കാലയളവിൽ ഏറ്റവും അധികം തവണ പരോൾ ലഭിച്ച തടവുകാരിയാണ് ഷെറിൻ. ശിക്ഷാ കാലയളവിനിടെ 500 ദിവസത്തോളം ഷെറിൻ ജയിലിന് പുറത്തായിരുന്നു. കോവിഡ് സമയത്തും ഷെറിൻ പുറത്തായിരുന്നു. TP വധക്കേസ് പ്രതികൾക്കാണ് ഇതുപോലെ ലാവിഷായി പരോൾ ലഭിച്ചിട്ടുള്ളത്. 3 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതി ശിക്ഷാ കാലാവധി തുടങ്ങി 1.5 വർഷം പിന്നിട്ടപ്പോൾ തന്നെ പരോൾ നേടിത്തുടങ്ങിയിരുന്നു. 2016 തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന് കേരളത്തിലെ മറ്റ് തടവുകാർക്കൊന്നും പരോൾ അനുവദിക്കാതിരുന്നപ്പോഴും ഷെറിന് പരോൾ കിട്ടിയിരുന്നു. ആദ്യം 30 ദിവസത്തേക്ക് അനുവദിച്ച പരോൾ പിന്നീട് 30 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകുകയായിരുന്നു. 3 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകുവാൻ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തെങ്കിലും ഗവർണർ അംഗീകരിച്ചെങ്കിലേ ഇത് പ്രാവർത്തികമാകൂ. യാതൊരു മാനദണ്ഡവും പാലിക്കാത്ത, ദയയ്ക്ക് യാതൊരു അർഹതയുമില്ലാത്ത ഒരു കൊടുംകുറ്റവാളിയെ ശിക്ഷ ലഘൂകരിച്ച് പുറത്തിറക്കുവാൻ രാജ്ഭവൻ അനുവദിക്കില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എല്ലാ നിയമവശങ്ങളും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തേടും എന്നാണ് വിവരം. അതുപോലെ ഏത് സാഹചര്യത്തിലാണ് ഷെറിന് മാത്രമായി ഇത്തരമൊരു ശിക്ഷാ ഇളവ് നൽകുന്നതെന്നും പരിശോധിക്കും. ഷെറിന് നല്ല നടപ്പ് കിട്ടുവാനുള്ള യോഗ്യതയുണ്ടോ എന്നും പരിശോധിക്കും. ചെന്താമര എന്നൊരു കൊടുംകുറ്റവാളിയോട് അനാവശ്യ ദയ കാണിച്ചതിൻ്റെ ഫലമായി 2 നിരപരാധികൾ കൂടി വധിക്കപ്പെട്ടു. ജയിലിൽ പകയുമായി കഴിയുന്ന ഷെറിൻ പുറത്തിറങ്ങിയാൽ വളരെ അപകടകാരിയാണെന്ന് മനസ്സിലാക്കുക. ജയിൽവാസവും കൊടിയ ക്രിമിനലുകളുമൊത്തുള്ള അവരുടെ സഹവാസവും മാത്രമല്ല, തെളിവുകൾ നശിപ്പിക്കുവാനും അവരെ സഹായിക്കുവാനും ഉപദേശങ്ങൾ നൽകുവാനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പാർട്ടിയും സർക്കാരും കൂടുണ്ടെന്നുള്ള ആ തിരിച്ചറിവ് അവരെ കൂടുതൽ ഭീകരയാക്കും എന്നതിൽ സംശയമില്ല. ബഹുമാനപ്പെട്ട കോടതി വിധിച്ചതുപോലെ അവർ 3 ജീവപര്യന്തം അനുഭവിക്കട്ടെ. അവർ യാതൊരു ദയയും അർഹിക്കുന്നില്ല എന്ന് അവരുടെ ജയിലിലെ ചെയ്തികൾ വ്യക്തമാക്കുന്നു. ഈ വിഷയത്തിൽ ഗവർണർ ഒരു ഉചിത തീരുമാനമെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൊടിസുനിക്കും കൂട്ടാളികൾക്കും പരോൾ നൽകിയത് അവർ പാർട്ടിക്ക് വേണ്ടി കൊലപാതകം നടത്തിയവരാണ് എന്നെങ്കിലും അവർക്ക് ന്യായീകരിക്കാം. ഈ കുത്തഴിഞ്ഞ ജീവിതം നയിച്ച ഈ കൊലപാതകിക്കായി മന്ത്രിസഭ തിടുക്കപ്പെട്ട് തീരുമാനമെടുത്തത് എന്ത് കിട്ടിയിട്ടാണെന്ന് വിശദീകരിക്കുവാൻ ഈ സർക്കാർ ബാധ്യസ്ഥരാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.